നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠിക്കുന്നവരാവട്ടെ, ടെക്നിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാവട്ടെ, എല്ലാവർക്കും അത്യാവശ്യമായ ഒരു ടൂളാണ് മൾട്ടിമീറ്റർ എന്നത്. ഇത് വാങ്ങുമ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഈ ചാനലിൽ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് വേണ്ട മൾട്ടിമീറ്റർ എങ്ങനെ തിരഞ്ഞെടുക്കാം, വിഷയം 1. 2, അത്യാവശ്യ കമ്പോണൻറ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നു. ക്ലാമ്പ് മീറ്റർ എന്നാൽ എന്ത്? ഏതാണ്ട് 150 രൂപ മുതൽ 23,000 അല്ലെങ്കിൽ 50,000 രൂപ വില വരെയുള്ള വ്യത്യസ്ത മീറ്ററുകൾ ലഭ്യമാണ്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏത്? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി പരിശോധിക്കാൻ പോകുന്നത്. ഇനി വിഷയങ്ങളിലേക്ക് കടക്കാം. ഈ മീറ്ററിലോട്ട് നോക്കുക. ഇതിന് ഏകദേശം വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 രൂപ മുതൽ 200 രൂപ വരെയാണ് വില വരുന്നത്. ഇത് ഈ കളറിൽ വേണമെന്നൊന്നുമില്ല, മഞ്ഞ നിറത്തിലാവും, പച്ച നിറത്തിലാവും, കളറൊക്കെ ഏകദേശം തിരഞ്ഞെടുക്കാം. മാത്രമല്ല ഈ സ്വിച്ചിൽ പോലും വ്യത്യാസം കാണാം. അതൊന്നും ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ റേഞ്ചസ് ആണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനം. ഒരു തുടക്കക്കാരൻ അഥവാ ടെക്നീഷ്യനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഓംസ് റെസിസ്റ്റർ എന്ന് പറയും. സത്യത്തിൽ ഇത് റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടി മാത്രമല്ല, കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ്, ഏതെങ്കിലും വയർ ഷോർട്ടാണോ ഓപ്പൺ ആണോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓൺ ചെയ്യാൻ വേണ്ടി ഇവിടെ സെൻറ്ററിൽ ഓഫ് എന്ന് മാർക്ക് ചെയ്തിരിക്കും. ഇത് വലതുവശത്തേക്ക് അങ്ങോട്ട് തിരിച്ച് അത് ഓൺ ആവും. പിന്നെ പ്രോബുകൾ, ഇതിന് യോജ്യമായ പ്രോബുകൾ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് നിങ്ങൾ റേഞ്ച് കണ്ടില്ലേ? റേഞ്ച് മീൻസ് ഇവിടെ 200 വോൾട്ട്, 500 വോൾട്ട്, ഇതിൻ്റെയൊക്കെ മീനിങ് ഏതാണ്ട് 1 വോൾട്ട് മുതൽ 200 വോൾട്ട് വരെ അളക്കാം. 20 ആണെങ്കിൽ 1 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെ അളക്കാം. ഇതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. സെലക്ടർ സ്വിച്ച് മീൻസ് വോൾട്ട് മീറ്റർ ആണോ, നിങ്ങൾക്ക് അമ്മീറ്റർ ആണോ, കണ്ടിന്യൂറ്റി ആണോ, കപ്പാസിറ്റൻസ് ആണോ, അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് സെലക്ടർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റേഞ്ചിൻ്റെ കാര്യം. ഇതിന് ഇവിടെ ഒരു റേഞ്ച് കൊടുത്തതുപോലെ തന്നെ ഈ നിങ്ങൾക്കും അഥവാ മൾട്ടിമീറ്റർ വാങ്ങാൻ പോകുന്നവർക്കും പുതുതായി വാങ്ങുന്നവർക്കും ഫീൽഡിലുള്ളവർക്കും ഒരു റേഞ്ച് കാണും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങളുടെ ആവശ്യം, ആ ആവശ്യം അറിഞ്ഞ് മാത്രം മൾട്ടിമീറ്റർ വാങ്ങുക. അല്ലാതെ ഓടിച്ചെന്ന് കടയിൽ നിന്ന് ഒരിക്കലും മൾട്ടിമീറ്റർ വാങ്ങരുത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിലും എല്ലാവരും ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ വിലയുള്ള ഒരു മൾട്ടിമീറ്ററാണ് ആദ്യം വാങ്ങേണ്ടത്. കാര്യം ഇത് നമ്മൾ എപ്പോഴും ടേബിളിൽ മാത്രം വെച്ചല്ല അളക്കുന്നത്. ചിലപ്പം നിലത്ത് വെച്ച് അളക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എക്യുപ്മെൻ്റ് അകത്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉയരത്ത് നിന്ന് എടുക്കേണ്ടി വരും. ഈ സമയത്തൊക്കെ ഇത് താഴെ വീഴാനും ചാൻസ് ഉണ്ട്. പിന്നെ അപൂർവ സന്ദർഭങ്ങളിൽ പരിചയമില്ലാതെ പ്രോബ് മാറിക്കൊടുക്കാം. ഐ മീൻ ഒരു കൂടിയ വോൾട്ടേജിൽ വെച്ചുകൊണ്ട് കുറഞ്ഞ വോൾട്ടേജ് അളന്നാൽ കുഴപ്പമൊന്നും വരില്ല. മറിച്ച് ഒരു 20 വോൾട്ടിൻ്റെ റേഞ്ചിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ 230 അളന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മീറ്റർ കേടുവരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം എപ്പോഴും നമ്മളൊരു ചെറിയ മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ റഫ് യൂസിനൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മറ്റു മീറ്ററുകൾക്കൊക്കെ എന്ത് വ്യത്യാസമുണ്ട്, അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ട്രാൻസിസ്റ്ററും ICകളും മറ്റു ഒരുവിധം സ്പെയറുകളൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇതുപോലെ മീറ്ററുകൾ അവൈലബിൾ ആണ്. ഇതൊരു മോഡൽ മാത്രമാണ്. ഇതുപോലത്തെ 100 കണക്കിന് മോഡൽ നെറ്റിൽ കിട്ടും. മൾട്ടി ഫങ്ഷൻ ടെസ്റ്റർ എന്നടിച്ചാൽ മതി. ഇതിനകത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ ഇതിനകത്ത് വെച്ചു. ട്രാൻസിസ്റ്റർ വെച്ചപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? അതിൻ്റെ പിൻ നമ്പർ 1 എമിറ്റർ ആണെന്നും, പിൻ നമ്പർ 2 ബേസ് ആണെന്നും, 3 കലക്ടറാണെന്നും കാണിച്ചു. അത് BJT ആണെന്നും NPN ട്രാൻസിസ്റ്റർ ആണെന്നും. ഇത്രയും കാര്യം നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഇതിൽ ഈ ലിവർ ഒന്ന് പൊന്തിക്കുന്നു, ട്രാൻസിസ്റ്റർ അവിടെ വെക്കുന്നു, അമർത്തുന്നു, ലോക്ക് ചെയ്യുന്നു, വായിച്ചെടുക്കുന്നു, അടുത്ത കമ്പോണൻ്റ് വെക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റൊക്കെ ഈ കാലത്ത് അവൈലബിൾ ആണ്. പണ്ട് ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചല്ല ടെസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിമീറ്ററിൻ്റെ പർപ്പസ് വേറെയാണ്. ഇനി പറഞ്ഞു തരുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ കാര്യം 2 രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ HFE ഈസ് ഈക്വൽ ടു 259. HFE എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ ഓർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഇതാണ്. പിന്നെ VBE എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്, ബേസിൽ എത്ര കൊടുക്കാം, എത്ര മില്ലി വോൾട്ട് കൊടുക്കാം, ഇതാണ് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നിങ്ങളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും സാധിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായി ശാസ്ത്രീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പണ്ട് കാലത്തെ ടെക്നോളജിയായിരുന്നു ഈ ശാസ്ത്രീയത.
അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഡാറ്റാ ഷീറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു 7805 IC റെഗുലേറ്റർ IC ഇന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജിലോ വർക്ക് ചെയ്യില്ല, കാരണം കംപ്ലയിൻ്റ് ആവും. അപ്പോൾ മെറ്റീരിയലൊക്കെ വളരെ മോശമായിരിക്കുന്നു ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് പഴയ ഡാറ്റാ ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നമുക്കിപ്പോഴും ഒരിക്കലും അത് മാച്ചായി കിട്ടില്ല. അതൊരു സത്യമാണത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ട്രാൻസിസ്റ്റർ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കും. ട്രാൻസിസ്റ്റർ നമുക്ക് എങ്ങനെയാണ് കോൺഫിഗർ 3 രീതിയിൽ കൊടുക്കാം. കോമൺ എമിറ്ററായി കൊടുക്കാൻ കഴിയും, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ കലക്ടർ കോൺഫിഗറേഷൻ. എന്താണ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ ആ വ്യത്യാസത്തിന് വരുന്നത്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവും, കറണ്ട് ഗെയിൻ തീരെ ഉണ്ടാവില്ല. കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ബോത്ത് എന്ന് വെച്ചാൽ വോൾട്ടേജ് ഗെയിനും ഉണ്ടാവും, കറണ്ട് ഗെയിനും ഉണ്ടാവും. കോമൺ കലക്ടർ കോൺഫിഗറേഷനിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കറണ്ട് ഗെയിൻ ഉണ്ടാവും, പക്ഷേ വോൾട്ടേജ് ഗെയിൻ തീരെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ പഠനം. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ സിമ്പിളായിട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് LCR മീറ്റർ. ഇതിനെ മാറ്റി നിർത്താം. LCR മീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. LCR മീറ്റർ പ്രോബ് ഇതാ ചുവപ്പിൽ നമ്മൾ കൊടുത്തു, ബ്ലാക്കും കൊടുത്തു. ഇനി ഈ പ്രോബല്ല, ഈ പ്രോബ് ഏത് ടൈപ്പ് പ്രോബ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബാണ് വേണ്ടതെങ്കിൽ നമുക്കിതെടുക്കാം. ഇതിന് റെഡ് പോസിറ്റീവിൽ കൊടുക്കുന്നു, അതുപോലെ ബ്ലാക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതാണ് LCR മീറ്റർ. അപ്പോൾ ഇവിടെ ഇതെഴുതി കാണും LCR. അപ്പോൾ LCR മീൻസ് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഇത് 3 അളക്കാൻ കഴിയുന്ന മീറ്ററാണ്. ഇതിനനുസരിച്ച് വോൾട്ടേജ് അളക്കാൻ കഴിയില്ല. കാര്യം കുറച്ചുകൂടി അക്യുറസി നമ്മൾ കമ്പോണൻ്റൊക്കെ സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി അളക്കണമെന്നുണ്ടെങ്കിൽ ആ കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ മീറ്ററിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിൻ്റെ പാനൽ നമുക്ക് എല്ലാവരും ടേബിളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടെടുത്താൽ ഈ പാനൽ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചരിക്കാൻ കഴിയും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങോട്ട് ചരിക്കാൻ കഴിയും. ഈ ഒരു സൗകര്യം കൂടി ഈ മീറ്ററിനുണ്ട്. അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഇങ്ങനെ പൊക്കേണ്ടി വരും. അപ്പോൾ വെച്ചുകൊണ്ട് അളക്കണമെങ്കിൽ ഈ ഒരു സൗകര്യം പ്രത്യേകം ഒരു സൗകര്യമുള്ളതാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിൽ. ഏതൊരു കമ്പിച്ചുരുളും എടുത്ത് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് കോയിൽ അതോ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അതിന് 2 ലീഡ് ഉണ്ടാവും. ഇത് അളക്കുന്നത് നമ്മൾ ഇമ്പിഡൻസ് ഹെൻറി, മൈക്രോ ഹെൻറി ഇങ്ങനെയാണ്. മിക്കവാറും മൈക്രോ ഹെൻറിയിലാണ് എല്ലാം വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അളന്ന് നോക്കാം. ഇത് എത്ര മൈക്രോ ഹെൻറി വരുന്നുണ്ട്. 2 ലീഡും കൈകൊണ്ട് തൊടാൻ പാടില്ല. ജസ്റ്റ് ഒരു ലീഡിൽ ഇങ്ങനെ വെച്ചു, കഴിയുന്ന കൈകൊണ്ട് തീരെ തൊടരുത്. ജസ്റ്റ് നമുക്ക് 153 മൈക്രോ ഹെൻറി. സെലക്ടർ സ്വിച്ച് കിടക്കുന്നത് 200 മൈക്രോ ഹെൻറി വരെ എനിക്ക് അളക്കാൻ കഴിയും. ഇനി മറ്റൊരു കോയിൽ നമുക്ക് അളന്ന് നോക്കാം. ഇങ്ങനെ നിങ്ങൾ കാണും SMBSലൊക്കെ ഒരു തരം കോയിൽ. ഇത് ഫെറൈറ്റ് കോറാണ്. ഫെറൈറ്റ് റിംഗ് കോർ. അതിൻ്റെ ഉള്ളിൽ കമ്പി ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക്. മൈക്രോ ഹെൻറി 68.5. അപ്പോൾ സർക്യൂട്ടിൽ നമുക്ക് എത്രയാണോ മൈക്രോ ഹെൻറി വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ചുറ്റുന്നത്. സപ്പോസ് എനിക്കിത് 68 അല്ലെങ്കിൽ 60 വേണം, അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ 60 ചുരുക്കണമെങ്കിൽ 2-3 ടേൺസ് ഇതിനകത്ത് അഴിച്ച് മാറ്റി അളന്ന് നോക്കുമ്പോൾ അത് 60 എത്തിക്കാം. അഥവാ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പിൻ്റെ എണ്ണം കൂട്ടി കുറച്ചുകൂടി അധികം ചുറ്റുക. ഇങ്ങനെയാണ് ഒരു കോയിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഹെൻറി കണക്കാക്കാൻ ഡിസൈനിങ്ങിന് വേണ്ടി ഏറ്റവും അത്യാവശ്യം ഇതാണ്. മാത്രമല്ല SMBS ട്രാൻസ്ഫോമറുകൾ, ഫെറൈറ്റ് ട്രാൻസ്ഫോമർ മുഴുവൻ നമ്മളെപ്പോഴും ടേൺസ് അല്ല പറയുന്നത്, പ്രൈമറി സെക്കൻഡറി ടേൺസ് അല്ല പറയുന്നത്. പ്രൈമറിയിൽ ഇത്ര മൈക്രോ ഹെൻറി, സെക്കൻഡറിയിൽ ഇത്ര മൈക്രോ ഹെൻറി, ആംബിയർ. ഈ കാര്യം മാത്രമേ നമ്മൾ പ്രതിപാദിക്കാറുള്ളൂ. അതാണ് മൈക്രോ ഹെൻറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈനിങ് ഫീൽഡിലും സർവീസിങ് ഫീൽഡിലും. ആ തലത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഇലക്ട്രോണിക്സൊക്കെ പഠിച്ച് ആ ലെവലിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് വേണ്ടതാണിത്. ഇനി അടുത്ത മീറ്റർ ഏതാണ് വേണ്ടതെന്ന് നോക്കാം. സാധാരണ മീറ്ററിലൊക്കെ നമ്മൾ ആംബിയർ അഥവാ മില്ലി ആംബിയർ അളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പരമാവധി നമുക്ക് ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു മില്ലി ആംസ്. അതുപോലെ ആംബിയർ അളക്കാൻ കഴിയുന്നത് 10 ആംബിയർ എന്ന് പറയുമെങ്കിലും അത് അളക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാക്സിമം 10 സെക്കൻഡ് മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് അളക്കാൻ പറ്റൂ. അതിനിടയ്ക്ക് കൂടുതൽ അങ്ങനെ അളന്നുകൊണ്ടിരുന്നാൽ മീറ്റർ കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ഇത്തരം മീറ്ററൊന്നും മില്ലി ആംസ് അളക്കാമെന്നല്ലാതെ നമുക്ക് കൂടുതൽ സമയം വലിയ ആംബിയറൊന്നും അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആംബിയറിന് വേണ്ടി മാത്രം വരുന്നതാണ് ക്ലാമ്പ് മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ക്ലാമ്പ് മീറ്റർ. ഇതിന് പ്രത്യേകത നമ്മളൊരിക്കലും വയർ ഇതിനകത്തൂടെ ജസ്റ്റ് കോർത്താൽ മതി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ വിടർത്തി പിടിക്കുന്നു, പിന്നെ കൈ എടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായി ഇതുപോലെ ലോക്കാവുന്നു.
അപ്പോൾ വയർ അതിനകത്തൂടെ പാസ് ചെയ്യും. എയർ കണ്ടീഷണറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് ആവട്ടെ, വീട്ടിൽ എന്ത് വലിയ ഉപകരണങ്ങളാവട്ടെ, എത്രയാണ് അത് 50 ആംപിയർ 100 ആംപിയർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടും. ഇനി മില്ലി ആംസ് പോലും ഇതിനകത്ത് കൃത്യമായി അളക്കാം. വയറുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതും എത്ര സമയം വേണേൽ അളക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം മീറ്റർ ആംബിയർ അഥവാ ആംബിയറൊക്കെ അളക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇത്തരം ക്ലാമ്പ് മീറ്ററുകളാണ് വാങ്ങുന്നത്. ക്ലാമ്പ് മീറ്റർ അത് പെട്ടെന്ന് വേണമെന്നില്ല, അത് ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനത്തെ മീറ്ററിലേക്ക് മാറും. എപ്പോഴും ഒരു മീറ്റർ മാത്രമായിട്ട് ഉപയോഗിക്കരുത്. വ്യത്യസ്ത മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സപ്പോസ് കേട് വരാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. മാറി മാറി ഉപയോഗിക്കാൻ കഴിയും, ഒരുപാട് ഗുണം. ഇപ്പോൾ 2 മീറ്റർ മനസ്സിലാക്കി. ഒന്ന് ചെറിയ ഒരു 200 രൂപ വിലയുള്ള ചെറിയ മൾട്ടിമീറ്റർ വാങ്ങുന്നു. 2 ആംബിയറാണ് ക്ലാമ്പ് മീറ്റർ വാങ്ങുന്നു. LCR മീറ്റർ വാങ്ങുന്നു. ഇങ്ങനെ 3 മീറ്റർ വ്യത്യസ്ത മീറ്ററുകളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വില കൂടിയ മീറ്റർ, അതിൻ്റെ ആവശ്യം എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് നോക്കാം. ഇതും ഒരു മൾട്ടിമീറ്ററാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 23,000 രൂപ സ്റ്റാർട്ടിങ് വരും. അത് കൂടി 50,000 1 lakh ഇങ്ങനെയൊക്കെ പോകും. ഇനി ഇതിൻ്റെ ആവശ്യം എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കാം. ഞാൻ ആദ്യം കഴിഞ്ഞ മീറ്ററിൽ പറഞ്ഞു നമുക്ക് പരമാവധി 1 വോൾട്ട് അല്ലെങ്കിൽ ചെറിയ 0.6 അങ്ങനെയൊക്കെ മറ്റ് മീറ്ററിൽ അളക്കാൻ പറ്റും. എന്നാൽ ഇതിനെ സംബന്ധിച്ച് നമുക്ക് മില്ലി വോൾട്ട് ആൻഡ് മൈക്രോ വോൾട്ട് വളരെ കൃത്യമായി അളക്കാം. എന്താണ് മില്ലി വോൾട്ട് എന്ന് നിങ്ങൾക്കറിയാം. 1 വോൾട്ടിനെ 1000 പീസസായി നമ്മൾ മുറിക്കുകയാണെങ്കിൽ അതിലൊരു പീസ് അതാണ് 1 മില്ലി വോൾട്ട്. വീണ്ടും ആ 1 മില്ലി വോൾട്ടിനെ വീണ്ടും 1000 പീസസ് ആക്കുകയാണെങ്കിൽ മൈക്രോ വോൾട്ട്. അങ്ങനെയുള്ള മൈക്രോ വോൾട്ടൊക്കെ കൃത്യമായി അളക്കാൻ വേണ്ടി അതിനാണ് ഇത്തരം വലിയ മീറ്റർ. ഇതിനകത്ത് നമുക്ക് 1 മൈക്രോ വോൾട്ടോ 2 മൈക്രോ വോൾട്ടോ ഒക്കെ കൃത്യമായിട്ട് അളക്കാൻ പറ്റും. അതെവിടെയാണ് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന സിഗ്നൽസ് അതൊക്കെ മൈക്രോ വോൾട്ട്സും അതിനേക്കാളും താഴെയാണ്. സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ ഡിഷിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു ആംപ്ലിഫയർ, ഓപ്പാമ്പ് അഥവാ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന ആംപ്ലിഫയർ വേണ്ടി വരും. നമ്മൾ LNB ഡിഷിനകത്ത് വരുന്ന LNB ഇതൊക്കെ അത്തരത്തിൽപ്പെട്ട ഒരു ആംപ്ലിഫയേഴ്സാണ്. ആ മൈക്രോ വോൾട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ വില കൂടിയ വലിയ മൾട്ടിമീറ്റർ. ആ തലത്തിലെത്തുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യേണ്ടി വരും. മൈക്രോ വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത്തരം വില കൂടിയ ഒരു മൾട്ടിമീറ്റർ വാങ്ങേണ്ടത്. ഇപ്പോൾ പലതരം മൾട്ടിമീറ്ററുകൾ ലഭ്യമാണെന്നും അതിൻ്റെ ആവശ്യം എന്താണെന്നും ഒരു ഏകദേശം ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്കുകൾ മുതൽ അത്യാവശ്യം മീറ്റർ വരെയുള്ള മീറ്റർ തിരഞ്ഞെടുക്കേണ്ട കാര്യം വരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങുന്നു. അപ്പം ഇതിനു മുമ്പ് പലരും ചോദിച്ചു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ എന്താ നിർത്തിയതല്ല, അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ അതിനകത്ത് ഇലക്ട്രോണിക്സും പഠിക്കും, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പഠിക്കും. അതുകൊണ്ടാണ് ആ ഒരു കമ്പൈൻ ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് ഡിലേ വന്നത്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി കാത്തിരിക്കുക. പിന്നെ കൂടാതെ പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ വളരൂ. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.